നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ ബി.ജെ.പി. സ്വീകരിച്ചത്. നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് അനാവശ്യമായ ഒന്നാണെന്നും ഈ തിരഞ്ഞെടുപ്പിലൂടെ ഈഗോ കാണിക്കാനാണ് LDF-ഉം UDF-ഉം ശ്രമിക്കുന്നതെന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രതികരിച്ചത്. ബി.ജെ.പി. മത്സരത്തിൽ നിന്നും പിന്മാറിയതോടെ സീറ്റ് BDJS-ന് നൽകാൻ ധാരണയായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ BDJS സംസ്ഥാന എക്സിക്യൂട്ടീവും NDA കമ്മിറ്റിയും ചേർന്ന ശേഷം 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് BDJS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലമ്പൂരിൽ ബി.ജെ.പി. ഒരു മാസ്റ്റർ സ്ട്രോക്കിന് ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ബി.ജെ.പിയുടെ ആലോചന. ഇതിനായി DCC ജനറൽ സെക്രട്ടറിയുമായി വരെ ബി.ജെ.പി. നേതാക്കൾ ചർച്ച നടത്തി കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ DCC ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് ബീന ജോസഫുമായിട്ടാണ് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് MT രമേശ് ചർച്ച നടത്തിയത്. മഞ്ചേരിയിലെത്തി MT രമേശ് ബീന ജോസഫിനെ നേരിൽ കാണുകയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ശ്രമിച്ചിരുന്ന ബീന ജോസഫ് മണ്ഡലത്തിലെ മണിമൂളി സ്വദേശിയും മലയോര മേഖലയിൽ സ്വാധീനമുള്ള വ്യക്തിയുമാണ്. മഞ്ചേരി നഗരസഭാംഗം കൂടിയായ ബീന ഇടക്കാലത്ത് വൈസ് ചെയർപേഴ്സൺ കൂടിയായിരുന്നു. മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നിർണായകമായ മണ്ഡലത്തിൽ ബീന ജോസഫ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ അത് UDF-ന് കനത്ത തിരിച്ചടിയായി മാറിയേക്കും. MT രമേശ് തന്നെ വന്നുകണ്ട കാര്യം KSU-യിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും രാഷ്ട്രീയത്തിലെത്തിയ ബീന ജോസഫ് തുറന്നു സമ്മതിക്കുന്നുണ്ട്. MT രമേശ് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് തന്റെ അരികിൽ വന്നതെങ്കിലും രാഷ്ട്രീയവും സംസാരിച്ചിരുന്നുവെന്നാണ് അവർ ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞത്. എന്നാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന കാര്യം അവർ തുറന്ന് വ്യക്തമാക്കിയിട്ടില്ല. കാലങ്ങളായി DCC ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. പാർട്ടിക്ക് വേണ്ടി അത്രയധികം ഞാൻ പ്രവർത്തിക്കുന്നുമുണ്ട്. ഞാൻ മത്സരിക്കാൻ യോഗ്യയാണോ അല്ലയോ എന്ന് പറയേണ്ടിയിരുന്നത് എന്റെ പാർട്ടിയാണ്. മലയോര മേഖലയുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നവരും പരിഹരിക്കാൻ സാധിക്കുന്നവരുമായിരിക്കണം മുന്നോട്ട് വരേണ്ടത്. നിലമ്പൂർ പോലുള്ള ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് അക്കാര്യം പരിഗണിക്കണമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നമ്മളോടൊന്നും ചർച്ച നടത്തിയിരുന്നില്ലെന്നും ബീന തുറന്നു പറയുന്നുണ്ട്. അതേസമയം MT രമേശുമായി നടത്തിയ ചർച്ചയുടെ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഒരു പ്രൊഫഷണൽ കൂടിയായ ഞാൻ പുറത്തു പറയരുതെന്ന് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുന്നത് ശരിയല്ല. രഹസ്യങ്ങൾ എപ്പോഴും അതുപോലെ ഇരിക്കട്ടെ. പെട്ടെന്നുള്ള ഒരു ചോദ്യമാകുമ്പോൾ അതിനു മറുപടി നൽകാൻ നമ്മൾ റെഡിയല്ല. പലരോടും ചോദിക്കേണ്ടതുണ്ട്. എന്റെ ആഗ്രഹം എപ്പോഴും കോൺഗ്രസുകാരിയായി നിൽക്കാനാണെന്നും ബീന തുറന്നു പറഞ്ഞു. അതേസമയം തുടർ ചർച്ചയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഞാൻ അങ്ങോട്ട് പോകില്ല, അവർ ഇങ്ങോട്ട് വരുമോ എന്ന് അറിയില്ലെന്നായിരുന്നു അവരുടെ മറുപടി.